പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ ആമിറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ചു മാതാവ്. വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി പ്രതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും മാതാവ് 24-നോട് പറഞ്ഞു. പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു. വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി തീരുമാനം അംഗീകരിക്കാനാവില്ല. അമറുൽ ഇസ്ലാമിനെ തൂക്കുകയർ ലഭിച്ചാൽ മാത്രമേ തന്റെ മകൾ നേരിട്ട കൊടിയ പീഡനത്തിന് നീതി ലഭിക്കൂ എന്ന് മാതാവ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും മാതാവ്. അവനത് എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് 2 പ്രാവശ്യം വിധി വന്നതാ. എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം. എൻ്റെ കുഞ്ഞ് തിന്ന വേദന അതിലിരട്ടി അവർ തിന്നണം. അതെനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഈ മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി. അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത നടപടി സാധാരണമെന്ന മന്ത്രി പി രാജീവ്. പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാട് സർക്കാർ സുപ്രീം കോടതിയിലും സ്വീകരിക്കും. അത് സർക്കാർ ശക്തമായി തന്നെ കേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിലെല്ലാം വധശിക്ഷയല്ലേ. കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കേസ് പരിഗണിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ സാധാരണ നടപടിക്രമമായിട്ടാണ് അത് വരുന്നത്. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ പ്രതി അമറുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. കേസിൽ അന്തിമ വിധി ഉണ്ടാകുന്നതുവരെയാണ് വധശിക്ഷയ്ക്ക് സ്റ്റേ എന്ന് കോടതി വ്യക്തമാക്കി. പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച പ്രതിയുടെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും തൃശൂർ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി.